അപ്പോൾ നമ്മൾ വീണ്ടും വർക്ക് എനർജി പവറിലെ ഒരു ടോപ്പിക്കാണ്, അവസാനത്തെ ടോപ്പിക്കാണ്. നമ്മൾ കൊളീഷനെ കുറിച്ചാണ് മുൻപത്തെ വീഡിയോ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്. ഇന്ന് ആ കൊളീഷനിൽ തന്നെ ഇലാസ്റ്റിക് കൊളീഷനിലെ രണ്ട് പാർട്ടിക്കിൾസ്, ആ രണ്ട് പാർട്ടിക്കിൾസിൻ്റെ കൊളീഷന് ശേഷമുള്ള വെലോസിറ്റിയുടെ ഇക്വേഷൻസാണ് പറയാൻ പോകുന്നത്. ഇലാസ്റ്റിക് കൊളീഷനിലെ പാർട്ടിക്കിൾസിൻ്റെ കൊളീഷന് ശേഷമുള്ള വെലോസിറ്റി അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വെലോസിറ്റീസ് ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ഇലാസ്റ്റിക് കൊളീഷൻ, വെലോസിറ്റീസ് ഓഫ് പാർട്ടിക്കിൾ ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ, ഇലാസ്റ്റിക് കൊളീഷനിൽ പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പാർട്ടിക്കിൾസ് അനുസരിച്ചിരിക്കുക. ഏതൊക്കെയാണ് രണ്ട് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M1 മൂവിങ് വിത്ത് വെലോസിറ്റി U1, M2 മൂവിങ് വിത്ത് വെലോസിറ്റി U2. ഓക്കെ, അത് കൊളീഷന് മുൻപാണ്, ബിഫോർ കൊളീഷൻ. ആൻഡ് ആഫ്റ്റർ കൊളീഷൻ വെലോസിറ്റി ഓഫ് M1 ചേഞ്ചസ് ടു, അതായത് M1ൻ്റെ വെലോസിറ്റി U1ൽ നിന്ന് V1ലേക്ക് മാറി, M2ൻ്റെ വെലോസിറ്റി U2ൽ നിന്ന് എവിടേക്ക് മാറി, V2ലേക്ക് മാറി. ഓക്കെ, M1ൻ്റെ വെലോസിറ്റി U1ൽ നിന്ന് ആഫ്റ്റർ കൊളീഷന് ശേഷം V1ലേക്ക് മാറി, M2ൻ്റെ വെലോസിറ്റി U2ൽ നിന്ന് V2ലേക്ക് മാറി. ഓക്കെ, നമുക്ക് എന്ത് കാണണം, ഈ V1ൻ്റെയും V2ൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കണം, V1ൻ്റെയും V2ൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇലാസ്റ്റിക് കൊളീഷൻ്റെ പ്രത്യേകത എന്താ, മൊമെൻറ്റം ആൻഡ് കൈനറ്റിക് എനർജി ആർ കൺസർവ്ഡ്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ V1ൻ്റെയും V2ൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ പോകണം. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺസർവേഷൻ ഓഫ് മൊമെൻ്റ് അനുസരിച്ച്, അതായത് പാർട്ടിക്കിളിൻ്റെ കൺസർവേഷൻ ഓഫ് മൊമെൻ്റ് അനുസരിച്ച് എന്ത് പറയാം, കൺസർവേഷൻ ഓഫ് മൊമെൻ്റ് അനുസരിച്ച് M1 U1 പ്ലസ് M2 U2 ഈക്വൽ ടു M1 V1 പ്ലസ് M2 V2 എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളീഷന് മുൻപുള്ള മൊമെൻറ്റം, ടോട്ടൽ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു കൊളീഷന് ശേഷമുള്ള ടോട്ടൽ മൊമെൻറ്റം. അപ്പോൾ കൊളീഷന് മുൻപുള്ള മൊമെൻറ്റം എന്താ, M1 U1, കൊളീഷന് മുൻപുള്ള M2ൻ്റെ മൊമെൻറ്റം M2 U2. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ M1 U1 പ്ലസ് M2 U2. അതുപോലെ ആഫ്റ്റർ കൊളീഷൻ M1 V1 പ്ലസ് M2 V2. അതിൽ നമ്മൾ ചെറിയൊരു അറേഞ്ച്മെൻറ്റ് ചെയ്യാണ്. ഈ V1 M1നും M1കളൊക്കെ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ, M1കളൊക്കെ ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഈ M1 V1നെ അങ്ങോട്ട് എടുക്കുകയാണ്. അതേപോലെ മൈനസ് M1 V1 ആയി, M1 U1 അവിടെ ഉണ്ട്, ഇതിനെ അങ്ങോട്ട് എടുത്തു, അപ്പോൾ മൈനസ് M1 V1. ഈ M2 U2നെ ഇപ്പുറത്തേക്കാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി M2 V2 ഉണ്ട്, മൈനസ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ M2 U2. ഇവിടെ നിന്ന് കോമൺ ആയിട്ട് M1നെ ഔട്ട് സൈഡ് എടുത്തുകൊണ്ട് രണ്ട് സ്ഥലത്തും M1 ഉണ്ട്, ഇവിടെ രണ്ട് സ്ഥലത്തും M2 ഉണ്ട്. അപ്പോൾ ഇവിടെ M1നെ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ M1 ഇൻറ്റു U1 മൈനസ് V1, U1 മൈനസ് V1. അതുപോലെ ഇപ്പുറത്ത് നമ്മൾ M2നെ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ M2 ഇൻറ്റു V2 മൈനസ് U2, V2 മൈനസ് U2. അത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് അവിടെ എടുക്കട്ടെ, ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് അവിടെ എടുക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ് അതേ ഇലാസ്റ്റിക് കൊളീഷനിൽ തന്നെ കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി, അപ്പോൾ കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി ഈ കാണാനുള്ള ഇക്വേഷൻ എന്താ, ഹാഫ് mv² എന്നാ. അപ്പോൾ M1ൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് M1 U1 സ്ക്വയർ, M2ൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ M2 ഹാഫ് M2 U2 സ്ക്വയർ. ഇത് ബിഫോർ കൊളീഷന് മുൻപ്. കൊളീഷന് ശേഷമാണെങ്കിലോ M1ൻ്റെ കൈനറ്റിക് എനർജി ഹാഫ് M1 V1 സ്ക്വയർ, M2ൻ്റെ ആണെങ്കിൽ ഹാഫ് M2 V2 സ്ക്വയർ. അപ്പോൾ ബിഫോർ കൊളീഷൻ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞെന്ത് വരും, ഹാഫ് M1 U1 സ്ക്വയർ പ്ലസ് ഹാഫ് M2 U2 സ്ക്വയർ ബിഫോർ കൊളീഷൻ കേട്ടോ. ആൻഡ് ആഫ്റ്റർ കൊളീഷൻ എന്ത് വരും, ഹാഫ് M1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് M2 V2 സ്ക്വയർ. ഇവിടെ ചെയ്ത പോലെ തന്നെ M1കളുടെ ടേമുകളൊക്കെ ഒരുമിച്ച് ഒരു സൈഡിലേക്ക്, M2ൻ്റെ ടേമുകളൊക്കെ ഒരുമിച്ച് ഒരു സൈഡിലേക്ക്. അപ്പോൾ M1ൻ്റെ ടേമുകളൊക്കെ ഒരുമിച്ച് ഒരു സൈഡിലേക്ക് ആക്കാനായിട്ട് നമ്മളിത് ഇവിടെ കിടക്കണ ഹാഫ് M1 V1 സ്ക്വയറിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇവിടെ കിടക്കണ ഹാഫ് M2 U2 സ്ക്വയറിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എന്താവും, ഹാഫ് M1 V1 സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഓൾറെഡി ഒരാളുണ്ട്, ഹാഫ് M1 U1 സ്ക്വയർ ഇവിടെ എടുക്കുന്നുണ്ട്, ഇത് ഹാഫ് M1 V1 സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. അതുപോലെ ഇയാൾ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ അയാൾ മൈനസ് ആവും. ഇവിടെ ഓൾറെഡി കിടക്കുന്ന ടൈമിന് ആദ്യം എഴുതി, ഇത് രണ്ടാമത് എഴുതി. ഓക്കെ, അതിൽ നിന്ന് ഹാഫ് M1നെ ഔട്ട് സൈഡ് എടുക്കണം കേട്ടോ, ഹാഫ് M1നെ ഔട്ട് സൈഡ് എടുക്കുന്നു. അപ്പോൾ ഹാഫ് M1നെ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഹാഫ് M1 ഇൻറ്റു, നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം, ഹാഫ് M1 ഇൻറ്റു ഹാഫ് M1നെ ഔട്ട് സൈഡ് എടുത്ത് കഴിഞ്ഞാൽ അതെ ഹാഫ് M1 ഇവിടെ എടുക്കുന്നുണ്ട്, ഹാഫ് M1 ഇവിടെ എടുക്കുന്നുണ്ട്. ഹാഫ് M1നെ ഔട്ട് സൈഡ് എടുത്ത U1 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. അതുപോലെ ഇവിടെ ഹാഫ് M2നെ ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ ഹാഫ് M2 ഇൻറ്റു V2 സ്ക്വയർ മൈനസ് U2 സ്ക്വയർ. ആ ഇക്വേഷനാണ് ഇവിടെ എഴുതിക്കണേ, ഹാഫ് M1 ഇൻറ്റു U1 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് M2 ഇൻറ്റു V2 സ്ക്വയർ മൈനസ് U2 സ്ക്വയർ. ഹാഫുകളെ കട്ട് ചെയ്ത് കളയാ, ഹാഫുകൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി M2 ഇൻറ്റു U1 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ, M1 ഇൻറ്റു U1 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ, M2 ഇൻറ്റു V2 സ്ക്വയർ മൈനസ് U2 സ്ക്വയർ. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 കിട്ടിയിട്ടുണ്ട്, ഇക്വേഷൻ നമ്പർ 2 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ 2നെ 1 കൊണ്ട് ഡിവൈഡ് ആണ്, ഇക്വേഷൻ നമ്പർ 2നെ ഇക്വേഷൻ നമ്പർ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് divided by equation number 2 in the left hand side by equation number 1 in the left hand side.
അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ലെഫ്റ്റ് ഹാൻഡ് സൈഡ് m1 ഇൻറ്റു u1 മൈനസ് v1 എന്നാ. അപ്പോൾ നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ m1 ഇൻറ്റു u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ബൈ m1 ഇൻറ്റു u1 മൈനസ് v1 ലെഫ്റ്റ് ഹാൻഡ് സൈഡുകളെ ഡിവൈഡ് ചെയ്തു. ഇനി റൈറ്റ് ഹാൻഡ് സൈഡുകളെ ഡിവൈഡ് ചെയ്യുക. അല്ലെ റൈറ്റ് ഹാൻഡ് സൈഡുകളെ ഡിവൈഡ് ചെയ്യുമ്പോൾ m2 ഇൻറ്റു v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ ബൈ m2 ഇൻറ്റു v2 മൈനസ് u2. m1 കട്ടായി പോയി, m2 കട്ടായി പോയി. ബാക്കി നമുക്ക് വരാം u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ബൈ u1 മൈനസ് v1 ഈക്വൽ ടു v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ ബൈ v2 മൈനസ് u2. ഈ u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയറിനെയും v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയറിനെയും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എന്താ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. ഈ ഒരു ഇക്വേഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയറിന് പകരം u1 മൈനസ് v1 പ്ലസ് u1 പ്ലസ് v1 അല്ല ഇൻറ്റു u1 പ്ലസ് v1 സോറി u1 മൈനസ് v1 ഇൻറ്റു u1 പ്ലസ് v1. പിന്നെ ഇവിടെ എടുക്കണം ഡിവൈഡഡ് ബൈ u1 മൈനസ് v1. ഇപ്പുറത്തെന്ത് വരും? ഇതിനെ നമ്മൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അപ്പോൾ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. അപ്പോൾ v2 മൈനസ് u2 ഇൻറ്റു v2 പ്ലസ് u2 ഡിവൈഡ് ബൈ v2 മൈനസ് u2. u1 മൈനസ് v1 കട്ടായി പോയി, u1 മൈനസ് v1 ഇവിടെ പോയി. v2 മൈനസ് u2ഉം v2 മൈനസ് u2 കട്ടായി പോയി. ബാക്കി നമുക്കിവിടെ u1 പ്ലസ് v1 ഈക്വൽ ടു v2 പ്ലസ് u2, u1 പ്ലസ് v1 ഈക്വൽ ടു v2 പ്ലസ് u2. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ ഈ u1ൻ്റെ അടുത്തേക്ക് ഈ u2നെ കൊണ്ടുവരാണ്. കാരണം അവരാണ് ഇനീഷ്യലായിട്ട് എടുക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരോട് കൊണ്ടുവന്നു u1 മൈനസ് u, ഇതിനങ്ങോട്ട് കൊണ്ടുപോകണം v2 മൈനസ് v1. അപ്പോൾ u1 മൈനസ് u2 v2 മൈനസ് v1, u1 മൈനസ് u2 ഈക്വൽ ടു v2 മൈനസ് v1. എന്താണ് u1 മൈനസ് u2? u1 മൈനസ് u2 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പാർട്ടിക്കിൾസിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ. കൊളീഷന് മുൻപ് രണ്ട് പാർട്ടിക്കിൾസിൻ്റെ എന്താണ് റിലേറ്റീവ് വെലോസിറ്റി ആണ് u1 മൈനസ് u2. അതുപോലെ v2 മൈനസ് v1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ആഫ്റ്റർ കൊളീഷൻ. അത് രണ്ടും ഇവിടെ ഈക്വലാണ്. അപ്പോൾ ഒരു ഇലാസ്റ്റിക് കൊളീഷനിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു ഇലാസ്റ്റിക് കൊളീഷനിൽ എന്ത് പറയാം? റിലേറ്റീവ് വെലോസിറ്റീസ് ഓഫ് ദ പാർട്ടിക്കിൾ ആഫ്റ്റർ ആൻഡ് ബിഫോർ ദ കൊളീഷൻ എന്താ? സെയിം ആണ്. ഓക്കെ, ഒരു എന്ത് പറയാം നമുക്ക്? ഒരു ഇലാസ്റ്റിക് കൊളീഷൻ്റെ കേസിൽ എന്ത് പറയാം? ഇലാസ്റ്റിക് കൊളീഷൻ്റെ കേസിൽ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കൊളീഷൻ ആർ സെയിം. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അത് പ്രൂഫൊക്കെ ചോദിക്കാറുണ്ട്. അത് പഠിച്ചു വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിവിടം വരെ പ്രൂഫൊക്കെ ചോദിക്കാറുണ്ട്, പഠിച്ചു വയ്ക്കുക. പക്ഷെ നമ്മുടെ ഈ അതല്ല, നമുക്ക് എന്ത് കാണുന്നത്? വെലോസിറ്റീസ് ആണ്. v1ൻ്റെ v2ൻ്റെ വാല്യൂ കാണണം. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് v1 കാണാൻ പോവാണ്. കാൽക്കുലേഷൻ ഓഫ് v1 കേട്ടോ. v1നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. v1നെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളിൽ ഓൾറെഡി ഒരു ഇക്വേഷൻ. അപ്പോൾ ഇത് വലിയൊരു ഡെറിവേഷൻ ഉണ്ട്. അതിങ്ങനെ കൂട്ടത്തോടുള്ളതാണ്. നമുക്ക് ചിലപ്പോൾ ഇവിടം വരെ ഉള്ളതൊക്കെ ചോദിക്കും, ചിലപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും, ചിലപ്പോൾ v2 മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും, v1 മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. എന്തായാലും നമ്മൾ ആദ്യമേ തൊട്ട് തന്നെ എഴുതി തുടങ്ങണം. ഇവിടം വരെ എഴുതാൻ പറഞ്ഞാലും v1ൻ്റെയും v2ൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാലും ഒക്കെ നമ്മൾ ഇവിടെ തൊട്ട് എഴുതി തുടങ്ങണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ v1നെ കാൽക്കുലേറ്റ് ചെയ്യണം. v1നെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുക. ഏതാ? u1 പ്ലസ് v1 ഈക്വൽ ടു v2 പ്ലസ് u2. കേട്ടോ, വി ഹാവ് u1 പ്ലസ് v1 ഈക്വൽ ടു v2 പ്ലസ് u2. അതിൽ നിന്ന് v2ന് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുക. v2ൻ്റെ ഇക്വേഷൻ എന്ത് വരും? ഇവിടെ u1 പ്ലസ് v1 ഉണ്ട്, v2നെ ആണെങ്കിൽ u2നെ കൊണ്ട് അപ്പോൾ അത് മൈനസ് ആവും. ഈ v2ൻ്റെ ഈ വാല്യൂ, v2ൻ്റെ വാല്യൂ എത്രയാണ്? u1 പ്ലസ് v1 മൈനസ് u2. ആ വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 1 ഇതാണ് കേട്ടോ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എന്താ? സബ്സ്റ്റിറ്റ്യൂട്ട് ദ എബവ് വാല്യൂ ഇൻ ദ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്താ? m1 ഇൻറ്റു u1 മൈനസ് v1 ഈക്വൽ ടു m2 ഇൻറ്റു v2 മൈനസ് u2 എന്നാ. അവിടെ v2ൻ്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ m1 ഇൻറ്റു u1 മൈനസ് v1 ഈക്വൽ ടു m2 ഇൻറ്റു v2 എന്ന് വരുന്നത് ആ v2ൻ്റെ പ്ലേസിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ u1 പ്ലസ് v1 മൈനസ് u2, അവിടെ വരെ v2ൻ്റെ വാല്യൂ ആണ്. പിന്നെ ഓൾറെഡി നമ്മളിൽ എടുക്കുന്ന ആൾ മൈനസ് u2. ഓക്കെ, ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ m1 ഇൻറ്റു u1 മൈനസ് m1 ഇൻറ്റു v1 ഈക്വൽ ടു m2 ഇൻറ്റു u1 അല്ലേ പ്ലസ് m2 ഇൻറ്റു v1 പ്ലസ് m2 ഇൻറ്റു ഇവിടെ മൈനസ് u2 കൂടി മൈനസ് 2u2 എന്ന് എഴുതാം. മൈനസ് 2u2 എന്ന് എഴുതാം. ആ മൈനസ് 2u2 ഇതിൻ്റെ കൂടെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ മൈനസ് 2m2u2 എന്നാവും. മൈനസ് 2m2u2. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആരെ കാണേണ്ടത്? v1ൻ്റെ അല്ല കാണേണ്ടത്. അപ്പോൾ v1ൻ്റെ ഒരു ടേം ഇവിടെ എടുക്കുന്നുണ്ട്, ഇവർ രണ്ടാൾക്കാരും ഒരേ സൈഡിലേക്ക് ആക്കാം. ബാക്കിയുള്ളവരൊക്കെ വേറെ സൈഡിലേക്ക് ആക്കാം.
ഇവർ രണ്ടാൾക്കാർ ഈക്വലിൻ്റെ ഒരു സൈഡും ബാക്കി രണ്ടാളെല്ലാവരും ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കുക. അപ്പോൾ അങ്ങനെ ആക്കുകയാണെങ്കിൽ ദേ നോക്കിക്കോ, ഞാൻ അങ്ങനെ ക്ലബ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മാറ്റാൻ പോകണത് M1U1 ഇവിടെ എടുക്കുന്നുണ്ട്, ഇവിടെ എടുക്കണ M2U1 ഇപ്പുറത്തേക്ക് എടുത്തപ്പോൾ അത് മൈനസായി, അപ്പുറത്ത് എടുക്കണ M2U2 ഇപ്പുറത്തേക്ക് അത് പ്ലസ് ആയി, ഇനി ഇവിടെ എടുക്കണ -M1V1 അങ്ങോട്ട് കൊണ്ടുപോയി അത് പ്ലസ് ആയി, ഓൾറെഡി ഇവിടെ എടുക്കണ M2V1 ഉണ്ട് അവിടെ എടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഈ ഒരു ടേമിൽ നിന്ന് U1 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുക, ഇവിടെ നിന്ന് V1 ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ അങ്ങനെ എടുക്കണം, U1 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു, ഇവിടെ V1 ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ എന്ത് ഇക്വേഷൻ വരും? 2M2U2 പ്ലസ് U1 × M1 - M2 ഈക്വൽ ടു V1 × M1 + M2. അതിൽ നിന്ന് ആരെ കണ്ടുപിടിക്കുക? V2ൻ്റെ വാല്യൂ കാണാം. അതിൽ നിന്ന് ആരെ കണ്ടുപിടിക്കുക? V2ൻ്റെ വാല്യൂ. ഓക്കെ, അതിൽ നിന്ന് ആരെ കണ്ടുപിടിക്കണം? V2ൻ്റെ വാല്യൂ. സോറി, V2ൻ്റെ അല്ല, അതിൽ നിന്ന് ആരെ കണ്ടുപിടിക്കണം? V1ൻ്റെ വാല്യൂ. V1ൻ്റെ വാല്യൂ എന്ത് വരും? V1 = 2M2U2 പ്ലസ് U1 × M1 - M2 ബൈ M1 + M2. അപ്പോൾ V1ൻ്റെ വാല്യൂ എന്താ? 2M2U2 പ്ലസ് U1 × M1 - M2 ഡിവൈഡഡ് ബൈ M1 + M2. ഒന്നുകൂടെ പറയാം, V1ൻ്റെ വാല്യൂ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ V1ൻ്റെ വാല്യൂ. ഇതുപോലെ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? V2ൻ്റെ വാല്യൂ കാണാം. ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. എന്ത് ചെയ്യണം? V2ൻ്റെ വാല്യൂ കാണണമെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് V1 ആണ് നമ്മൾ ചെയ്തത്. V1നെ കാണാനായിട്ട് V2ന് ഒരു ഇക്വേഷൻ എടുത്തിട്ട് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ. നമുക്ക് V2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ, V2ൻ്റെ വാല്യൂ ഇതുപോലെ കണ്ടുപിടിക്കാനൊന്നുമില്ല. ഈ 1 എടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ 2 ആക്കുക, 2 എടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ 1 ആക്കുക, ആൻസറായി. 1 എടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ 2 ആക്കുക, 2 എടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്താക്കുക? 1 ആക്കുക, ആൻസറായി. ഓക്കെ, നമുക്കൊന്ന് നല്ല പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് V2. അപ്പോൾ V2നെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി V1ന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക കേട്ടോ. ഇതിൽ നിന്ന് V1ന് ഒരു ഇക്വേഷൻ, ഇതിൽ നിന്ന് V1ന് ഒരു ഇക്വേഷൻ, ഇതിൽ നിന്ന് V1ൻ്റെ ഇക്വേഷൻ എന്ത് വരും? V1 = V2 + U2 അങ്ങോട്ട് കൊണ്ട് മൈനസ് ആവും അല്ലേ. അപ്പോൾ V2 + U2 മൈനസ് V1, സോറി V1ൻ്റെ വാല്യൂ കേട്ടോ. V1ൻ്റെ വാല്യൂ ആണ് കണ്ടത്. അപ്പോൾ V1ൻ്റെ വാല്യൂ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് V1 കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് V1നൊരു കാൽക്കുലേഷൻ ഓഫ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നത് കാൽക്കുലേഷൻ ഓഫ് V2 ആണ്. അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നത് കാൽക്കുലേഷൻ ഓഫ് V2 ആണ്. ഓക്കെ, V2നെ കാണാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് V1ന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. അപ്പോൾ V1ൻ്റെ ഇക്വേഷൻ എന്ത് വരും? V1 = ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ V2 + U2 മൈനസ് U1. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്താണെന്നുള്ളത് നോക്കിക്കോളൂ കേട്ടോ. ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? M1 × U1 - V1. അപ്പോൾ U1 മൈനസ് V1ൻ്റെ വാല്യൂ ഇത് കൊടുക്കുക, ബ്രാക്കറ്റ് ഇടണം. V2 + U2 മൈനസ് U1 അല്ലേ, ബ്രാക്കറ്റ് അങ്ങോട്ട് ക്ലോസ് ചെയ്യുക, ഈക്വൽ ടു M2 × V2 - U2, M2 × V2 - U2. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, മൈനസ് സൈനൊക്കെ ഉണ്ട്. അപ്പോൾ M1 × U1 - V2 മൈനസ് ഈ മൈനസിന് അങ്ങോട്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ മൈനസും പ്ലസും കൂടി മൈനസോ, -U2 ഈ മൈനസും കൂടി പ്ലസ്സോ, +U1 ഈക്വൽ ടു M2 × V2 - U2. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ M1U1 മൈനസ് M1V2 മൈനസ് M1U2 പ്ലസ് M1U1 ഈക്വൽ ടു M2V2 മൈനസ് M2U2. ഓക്കെ, ഇനി V2ൻ്റെ ടേമുകളൊക്കെ ഒരുമിച്ചും ബാക്കിയുള്ളവരുടെയൊക്കെ ടേമുകൾ ഒരുമിച്ചാക്കാം. അപ്പോൾ ഇവിടെ ഒരു M1U1 ഉണ്ട്, ഇവിടെ ഒരു M1U1 ഉണ്ട്. രണ്ടും കൂടി ആഡ് ചെയ്ത് എന്ത് വരും? M1U1 + M1U1 2M1U1 എന്നോ അല്ലേ. അപ്പോൾ 2M1U1. ഓക്കെ, ഇനി V2കളുടെ ഒക്കെ ടേമുകൾ ഒരുമിച്ച് ബാക്കിയുള്ളവരൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ V2ൻ്റെ ഒരു ടേം കൂടി ഉണ്ട്, ഇയാളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ ഒരാളുണ്ട് അല്ലേ, ഇയാളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് പ്ലസ് ആവും. പ്ലസ് M2U2, ഇത് മൈനസ് M1U2. ഇനി ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോവാം. അപ്പോൾ M2V2 ഇതപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് M1V2. ഇതിൽ നിന്ന് U2നെ ഔട്ട് സൈഡ് എടുക്കുക, ഇവിടെ നിന്ന് V2നെ ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ 2M1U1 പ്ലസ് U2 × M2 - M1 ഈക്വൽ ടു ഇവിടെ നിന്ന് V2 ×
m2 പ്ലസ് m1. അതിൽ നിന്ന് v2ൻ്റെ വാല്യൂ എന്ത് വരും? v2 ഈക്വൽ ടു 2m1u1 പ്ലസ് u2 ഇൻറ്റു m2 മൈനസ് m1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇതാണ് നമ്മുടെ v2ൻ്റെ ഇക്വേഷൻ. നിങ്ങൾ നോക്കിയാൽ 2m2u2, ഇവിടെ നോക്കിയാൽ 2m1u1, ഇവിടെ u1, ഇവിടെ u2, ഇവിടെ m1, ഇവിടെ m2, അവിടെ m2, ഇവിടെ m1, പിന്നെ അടിയിലത്തെ എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ 1കളെ 2 ആക്കുക, 2കളെ 1 ആക്കി കഴിഞ്ഞാൽ അടുത്തതിൻ്റെ ആൻസർ കിട്ടും. പക്ഷേ അല്ല, രണ്ടെണ്ണത്തിന് കാൽക്കുലേഷൻ എങ്ങനെയുള്ളത് ആലോചിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് വെലോസിറ്റീസ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ അനിലാസ്റ്റിക് കൊളീഷൻ. v1ൻ്റെയും v2ൻ്റെയും വാല്യൂ. തെറ്റിക്കരുത്, പഠിക്കുക, നോട്ട് എഴുതി വയ്ക്കുക, ക്ലിയർ ആക്കുക. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലാവാം. താങ്ക് യു.